കേസുകൾ കണ്ടാലൊന്നും പേടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇപ്പം തന്നെ എത്ര കേസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. ചിലപ്പോൾ ഒരു ഭീഷണിക്കുള്ള കേസ് ഇന്നുണ്ടാവും. അടിച്ച് കാലൊടിക്കുന്നു പറഞ്ഞ് നേരെ ഒരു ഭീഷണിയുടെ കേസ് ഉണ്ടാവും. അത് ആയിക്കോട്ടെ, ഇപ്പം എന്തിനാ കുറയ്ക്കുന്നത് അതും കൂടി ഇരിക്കട്ടെ. അപ്പോൾ സാധാരണ പ്രവർത്തകർക്കാണെങ്കിൽ എത്ര കേസ് ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. എനിക്ക് തന്നെ അറിഞ്ഞൂടെ എത്ര കേസ് എനിക്ക് എൻ്റെ പേരിലുണ്ട്. ഇതൊക്കെ കണ്ടങ്ങ് വരണ്ടു എന്നാണ് വിചാരം. ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ തല്ലി ചായ്ക്കാനാണോ പോലീസ്? അതാ ഞാൻ പറഞ്ഞത്. നടന്നു പോയിട്ട് കംപ്ലൈൻറ്റ് പറയാൻ വയ്യ. ഞാനിവിടെ ഈ സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മളവർക്ക് വഴിമാറി കൊടുത്തെന്താ അറിയോ? പാവങ്ങൾ എവിടേക്കാ കയറി ചെല്ലുന്ന പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മളായിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുതില്ല. കാരണം അതിൻ്റെ അകത്ത് ചെന്നാൽ ബാക്കിയുള്ളവർക്ക് കിട്ടും. നമ്മളവരെ മാന്യമായിട്ട് അങ്ങോട്ട് അയക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ദൗർബല്യമല്ല. കാരണം അവരവരുടെ വീട്ടിലെ പരാതിയൊക്കെ പറയാൻ വേണ്ടി പോകുന്ന ഈ സ്റ്റേഷനിൽ തന്നെ എത്ര പരാതി വന്നിട്ടുണ്ട്. നമ്മളിതിന് എത്ര ആണ് ഇവിടെ സമരത്തിന് വന്നിട്ട്. അപ്പം ഞാൻ പറയുന്നത് ചൊവ്വന്നൂർ മാത്രമല്ല, കുന്നംകുളം സ്റ്റേഷൻ മാത്രമല്ല, അങ്ങ് മ്യൂസിയവും ഏറുക്കളയും മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നെ ബാക്കി ദൂരേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ദൂരേക്ക് പോകുന്തോറും ആക്ഷനും കൂടും. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ ചെന്നാൽ അതേപോലെ ജയിലില് കൊടിസുനി ആവശ്യപ്പെട്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കുക പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മൊബൈൽ കൊടുക്കുക. ഇന്ന് ആ പാവം ബിന്ദുവിനെ, ആ വീട്ടിൽ ജോലിക്ക് ചെയ്ത ബിന്ദുവിനെ വീട്ടിലൊന്ന് അറിയിക്കാൻ വേണ്ടി മൊബൈൽ ഉപയോഗിക്കാൻ സമ്മതിക്കാത്തവരാണ് കൊടിസുനിക്ക് മൊബൈൽ എത്തിച്ചു കൊടുക്കുന്നത്, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്, കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നത്. അവരൊക്കെ എവിടെ എത്തി കേരളത്തിലെ പോലീസ്? എന്ത് പറയുമ്പോൾ അടിയന്തരാവസ്ഥ ഒരു ഉരുട്ടലും പറയും. ഇതുപോലത്തെ ഉരുട്ടലൊന്നും അന്നുണ്ട്. അന്ന് ഉരുട്ടിയത് കുറ്റം ചെയ്തവൻ. ഇന്നിപ്പോ കാണുന്നതിനൊക്കെ ഉരുട്ടുന്ന അവസ്ഥയിലേക്ക് പോലീസ് എത്തി.